മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിയും കണ്ണനും വല്ലാതെ റൊമാൻറ്റിക്കായിട്ട് കണ്ണൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ മഹാലക്ഷ്മി കിടക്കുക കേട്ടോ. കണ്ണങ്ങനെ ചേർത്ത് പിടിക്കുകയായിരിക്കും കേട്ടോ. അതേസമയം മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അമ്മ പറഞ്ഞിരുന്നു പറയാണ് കേട്ടോ. എന്താ പറഞ്ഞത് എന്ന് കണ്ണങ്ങനെ ചോദിക്കുകയാണ്. നമുക്കേ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. ഇതുവരെ മഹാലക്ഷ്മി ഇത്രയും റൊമാൻറ്റിക്കായി കണ്ണനോടായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് നെഞ്ചോട് പറ്റി ചേർന്ന് കിടക്കുകയാണ് കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഒരു കുഞ്ഞല്ല 2 കുഞ്ഞുങ്ങളുണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്നിങ്ങനെ പറയണം. ആ കുഞ്ഞുങ്ങൾ ഈ വീട് മുറ്റം നിറയെ ഓടിക്കളിച്ച് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും കണ്ണേട്ട എന്നിങ്ങനെ പറയണം കേട്ടോ. മഹാലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കണ്ണന് ഭയങ്കര സന്തോഷമാവുക. അങ്ങനെ അവരുടെ സന്തോഷം കാണിക്കുന്ന മുഹൂർത്തങ്ങളാണ് കേട്ടോ. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, താൻ ഇന്ന് സൈറ്റിലേക്ക് പോകണ്ടല്ലോ, തനിക്ക് വല്ല പേടിയുണ്ടോ ചോദിക്കുക. ഒരു പേടിയില്ല കണ്ണേട്ടൻ പറയുന്ന ഏത് ജോലിയും ഞാൻ സന്തോഷത്തോടെ ചെയ്യും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി സൈറ്റിലേക്ക് പോവുകയാണ്. അതേസമയം ഉണ്ണി വാമദേവനും കൂടിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്നത്തോടു കൂടി അവളുടെ അവസാനമാണ്, അത് നമുക്ക് കാണണം നേരിട്ട് എന്നിങ്ങനെ പറയാണ്. പിന്നീട് മഹാലക്ഷ്മി ആ മാനേജറുമായിട്ട് സൈറ്റിലേക്ക് പോവുകയാണ്. അവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. മുകളിലേക്ക് കയറി പോകുമ്പോൾ ഉണ്ണിയും വാമദേവനും കൂടിയിട്ട് ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ട്. അതേപോലെ ആ പണിക്കാരനും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മഹാലക്ഷ്മി ഏറ്റവും മുകളിലേക്ക് കയറി പോവുകയാണ്. കയറുമ്പോൾ തന്നെ മഹാലക്ഷ്മിക്ക് ഒരു പേടിയുണ്ട്. കാരണം മഹാലക്ഷ്മി ഇന്ന് വരെ എങ്ങനെയൊന്നും കയറിയിട്ടില്ലല്ലോ. പക്ഷേ മഹാലക്ഷ്മിക്ക് ഏറ്റവും മുകളിൽ പോയി നിന്നിട്ട് ആ സൈറ്റ് മൊത്തം വീക്ഷിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. മഹാലക്ഷ്മിയുടെ കൂടെ തന്നെ ആ മാനേജറും ഉണ്ട്. അങ്ങനെ അവർ 2 പേരും മുകളിലേക്ക് കയറിപ്പോയതിന് ശേഷം ആ പണിക്കാരനോട് ഇങ്ങനെ മഹാലക്ഷ്മി കമ്പനി സിമെൻറ്റിൻ്റെയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുകയും അത് പേപ്പറിലേക്ക് ഇങ്ങനെ എഴുതി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നോക്കിയും കൊണ്ട് നമ്മുടെ വാമദേവനും ഉണ്ണിയും കൂടി നിൽക്കുകയാണ്. ആ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടാവും, വാമദേവൻ എന്തായാലും ഒരു അപകടത്തിൽ പെടും ഉണ്ണിയും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ ചതി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ തട്ടുപലക ഇങ്ങനെ നീക്കിയതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി കണക്കുകളെല്ലാം പറഞ്ഞതിന് ശേഷം ആ തട്ടുപലക ചവിട്ടുകയും മഹാലക്ഷ്മി അങ്ങനെ താഴേക്ക് വീഴുകയും കാണിക്കുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മി താഴെ വീണെങ്കിൽ ഏറ്റവും താഴത്തെ നിലയിലേ മഹാലക്ഷ്മി വരികയുള്ളൂ. പിന്നീട് ആ പണിക്കാരൻ ഓക്കെയും പറയുന്നുണ്ട്. അത് മഹാലക്ഷ്മി വീണു എന്ന് ബോധ്യമായതിന് ശേഷമാണ് ഉണ്ണിയും വാമദേവനും കൂടിയിട്ട് കയറി വരുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മി ഒരിക്കലും അവിടെ വീണില്ല. ഇവർക്കത് മനസ്സിലാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇവർ ഓടി മഹാലക്ഷ്മി വീണു എന്ന് പറഞ്ഞിട്ട് ഇവർ ഓടി വന്നിട്ട് ചിലപ്പോൾ ഇവരായിരിക്കും, വാമദേവനോ ഉണ്ണിയോ ആയിരിക്കും അതിൻ്റെ മുകളിൽ നിന്നും അബദ്ധവശാൽ മഹാലക്ഷ്മിക്ക് വെച്ച കുഴിയിൽ അവരായിരിക്കും വീഴുന്നത്. ഈ മഹാലക്ഷ്മി വീണു എന്ന് അവർ ദിവാസ്വപ്നം കണ്ടതായിരിക്കും.